ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നീനൂസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെണ്ടയ്ക്ക മപ്പാസാണ്. സാധാരണ മപ്പാസൊക്കെ ഉണ്ടാക്കുന്ന മീനൊക്കെ ഉപയോഗിച്ചിട്ടില്ല, കരിമീനും നെമ്മീനൊക്കെ ഉപയോഗിച്ചാണ് മപ്പാസ് തയ്യാറാക്കുന്നത്. നമ്മളിന്നൊരു വെജിറ്റേറിയൻ ആയിട്ടുള്ളൊരു മപ്പാസാണ് തയ്യാറാക്കുന്നത്. ഇത് നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ എന്തിൻ്റെ വേണമെങ്കിലും കഴിക്കാൻ പറ്റും. നല്ല അടിപൊളി മപ്പാസാണ്. നമ്മുടെ തേങ്ങാപ്പാലിലൊക്കെ എടുത്ത് വെച്ചാൽ നല്ല അടിപൊളിയാണ്. നമ്മൾ വെണ്ടയ്ക്ക ഒന്ന് സാധാരണ എപ്പോഴും മെഴുക്ക് വരട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അല്ലേ ചെയ്യാറുള്ളൂ. പക്ഷേ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കടായി എടുത്തിട്ട് നമുക്ക് സ്റ്റൗവിലേക്ക് വെക്കാം. അതൊന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് വെളിച്ചെണ്ണ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. വെളിച്ചെണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ എണ്ണ ഉപയോഗിക്കാം. എണ്ണ ഒന്ന് കുറച്ച് അധികം നമുക്കിതൊന്ന് വെണ്ടയ്ക്ക ഒന്ന് ആദ്യം ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി കുറച്ചധികം എണ്ണ എടുക്കണം. കാരണം നമുക്ക് ഈ എണ്ണ വേസ്റ്റ് ആകത്തില്ല. നമ്മൾ ബാക്കിയുള്ള പ്രോസസ്സ് നമ്മൾ ഈ എണ്ണയിൽ തന്നെയാണ് ചെയ്യുന്നത്. ഈ വെണ്ടയ്ക്ക മാറ്റിയതിന് ശേഷം നമുക്കിനി ഈ വെണ്ടയ്ക്ക ഒന്ന് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ സാധാരണ മെഴുക്കുവരട്ടൊക്കെ അരിയുന്ന പോലെ അത്രയും ചെറുതാക്കിയിട്ട് അരിയണ്ട. കുറച്ച് നീളത്തിൽ നമ്മൾ സാമ്പാറിനൊക്കെ ഇടുന്ന ഒരു കഷ്ണമില്ലേ, ആ ഒരു സൈസിൽ നമുക്കിത് അരിഞ്ഞെടുക്കണം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട്. എന്നാൽ ഒരുപാട് ഇതാകാനല്ല, ചെറിയൊരു നിറം മാറി വരുന്ന സമയം വരെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കണം. നമ്മൾ ഒരുപാട് തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും. എന്നാൽ ഉള്ളൊന്നും നന്നായിട്ട് ഫ്രൈ ആകത്തില്ല. നമ്മൾ എന്തിനെങ്ങനെ ഫ്രൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ വെണ്ടയ്ക്ക അരിയുമ്പോൾ ഒരു വെള്ളം വരത്തില്ല, അതൊന്നും മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ആ വെള്ളം വരുന്ന രീതിയിലാണെങ്കിൽ നമ്മുടെ വെണ്ടയ്ക്കൊക്കെ കുഴഞ്ഞു പോകും. അങ്ങനെ കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ആ വെണ്ടയ്ക്ക നന്നായിട്ട് ഫ്രൈ ആയതിനു ശേഷം അതിൽ നിന്ന് ആ വെണ്ടയ്ക്ക കോരി മാറ്റിയിട്ട് അതേ എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് കടുകും കുറച്ച് കുരുമുളകും 2 ഏലക്കയും ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടയും കൂടെ ഒടിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് 2 വറ്റൽമുളകും കൂടെ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വെക്കണം, അല്ലെങ്കിൽ നമ്മുടെ എണ്ണ നല്ല ചൂടായതുകൊണ്ട് തന്നെ പിന്നെ തീ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മുളകൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ചൊന്ന് വഴറ്റി കൊടുത്തിട്ട് അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. കാര്യം നമ്മളിതിനകത്ത് അധികം മുളക് കൂടിയൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ചമുളകും ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഒരു സവോള നീളത്തിൽ അരിഞ്ഞതും കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞതും കുറച്ച് ഇഞ്ചി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വളരെ കുറച്ച് അളവിൽ തന്നെ മതി, ഒരുപാട് ചേർക്കേണ്ട കാര്യമില്ല. നമുക്കിതൊന്ന് ചെറുതായിട്ട് വഴറ്റിയിട്ട് ചെറിയൊരു ഗോൾഡൻ നിറമാകുന്നൊന്ന് വഴറ്റി കൊടുക്കണം. ഈ വഴറ്റുന്ന സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ സവോള കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ സവോള നല്ലൊരു ഗോൾഡൻ നിറം വന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് മുളക് പൊടി ഒഴിവാക്കേണ്ടവർക്ക് ഒഴിവാക്കാം. നല്ല മഞ്ഞ കളറിൽ വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി നമുക്ക് ഒഴിവാക്കി എടുക്കാവുന്നതാണ്. ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇതിൽ മല്ലിപ്പൊടി ഒരു 2 സ്പൂൺ വരെ ഇട്ട് കൊടുക്കണം. കാര്യം മല്ലിപ്പൊടിയാണ് നമ്മളിതിൽ കൂടുതൽ ഉപയോഗിക്കുന്നത്. ആ പൊടികളൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് 2 തക്കാളി ചേർത്ത് കൊടുക്കാം. ചെറുതായതുകൊണ്ട് മാത്രമാണ് 2 എടുത്തിരിക്കുന്നത്. വലുതാണെങ്കിൽ 1 മാത്രം ഉപയോഗിച്ചാൽ മതി. ആ തക്കാളി ഒന്ന് നന്നായിട്ട് വെന്തുടഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ വെണ്ടയ്ക്കയിൽ നമ്മുടെ ഈ മസാലയൊന്ന് നന്നായിട്ട് പിടിക്കുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം മാത്രമേ ഈ പ്രോസസ്സൊക്കെ ചെയ്യാവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതെല്ലാം കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ 2 പാൽ ചേർത്ത് കൊടുക്കാം. 1 കപ്പാണ് ഞാനിപ്പോൾ തേങ്ങയുടെ 2 പാൽ. അത് 1 മുറി തേങ്ങയിൽ ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ് ആദ്യം 1 പാൽ എടുത്തത്. ബാക്കി തേങ്ങയിലെടുക്കാൻ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് 2 പാൽ തയ്യാറാക്കിയിരിക്കുന്നത്. ആ 2 പാലൊന്ന് തിളച്ച് വരുന്നവരെ ഇതൊന്ന് ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കാം. നമ്മൾ ഇതിലോട്ട് അധികം ഒന്നും വേകാനൊന്നുമില്ല, കാര്യം നമ്മളെല്ലാം ഓൾറെഡി വേവിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളായതുകൊണ്ട് തന്നെ ഒരുപാട് വേകാനൊന്നുമില്ല. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നാൽ മതി. നന്നായിട്ട് നമ്മുടെ തേങ്ങാപ്പാലൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് 1 പാൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. 1 പാൽ ഒഴിക്കുന്ന സമയത്ത് നമ്മൾ പിന്നെ ലോ ഫ്ലെയിമിലോട്ട് മാറ്റണം, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ തേങ്ങാപ്പാൽ ചൂടായിട്ട് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ 2 പാലൊന്ന് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം എല്ലാ ഭാഗത്തും ഒരുപോലെ തിള വരണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്ന് ലോ ഫ്ലെയിമിലോട്ട് ആക്കിയതിന് ശേഷം നമ്മുടെ 1 പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ്സാണ് 1 പാൽ എടുത്തിരിക്കുന്നത്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. അത് നമുക്ക് 1 പാൽ ആദ്യം അവസാനം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ചെറിയൊരു തിള വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ എല്ലായിടത്തും ഒരുപോലെ നമ്മുടെ 1 പാൽ എത്തത്തില്ല. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക മപ്പാസ് റെഡി ആയിട്ടുണ്ട്. എന്ത് പെട്ടെന്നല്ല നമ്മൾ ഈ കറി റെഡിയാക്കി എടുത്തത്. നമുക്കിത് ചോറിൻ്റെ കൂടെ ആണെങ്കിലും അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്.
നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വെണ്ടയ്ക്കൊക്കെ എത്ര ഇഷ്ടമല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും കഴിച്ചോളും. ഇപ്പോൾ നമുക്ക് നോയമ്പ് സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു നല്ലൊരു ഐറ്റമാണ് ഇത്. കാര്യം നമുക്ക് ചാറായിട്ടൊക്കെ ഉപയോഗിക്കുകയും ചെയ്യാം. എന്നാൽ നമുക്ക് നല്ലൊരു വെജിറ്റേറിയൻ ഐറ്റവും കൂടിയാണ്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ എല്ലാ ഫീഡ്ബാക്കും എനിക്ക് കമൻസായിട്ട് അറിയിക്കണം. പിന്നെ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ ഇങ്ങനെയുള്ള വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇനി ഇടുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആ അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടെ അമർത്തണം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ആർക്കെങ്കിലും ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.